നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തുള്ള കുഴിമറ്റം എന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു വീടിൻ്റെ മുമ്പിലാണ്. ഇത് മരിയ ഗോൾഡ്സിൻ്റെ ഉടമസ്ഥനായ അരുൺ മർക്കോസ് മാടപ്പാട്ടിൻ്റെ വീടാണ്. വെൽക്കം. ഹലോ. ഹായ് സർ. മനോഹരമായ പ്രകാശം പരത്തുന്ന ഒരു വീട് നിർമ്മിച്ചതിൽ എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യമേ പറയട്ടെ. താങ്ക് യു. ഈ വീട് നിർമ്മിക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് എന്തായിരുന്നു? നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ഒരു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അതുപോലെ തന്നെ ഒരു നില വീടായിരിക്കണം. പിന്നെ നമ്മളുടെ ഒരു പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു യൂറോപ്യൻ ടച്ച് കൂടെ വരുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം. പ്രകാശപൂരിതമായിരിക്കണം. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന കാര്യങ്ങൾ. അരുൺ, ഈ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ഒരു നിലയായിട്ടാണ്. നമുക്ക് 2 ലിവിങ് സ്പേസുകൾ ആണുള്ളത്. ഒന്ന് കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോഴുള്ള ഈ ഒരു ലിവിങ് സ്പേസും, പിന്നെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഇടനാഴി കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ ഉള്ള ലിവിങ് സ്പേസ് ആണുള്ളത്. നമുക്ക് വീടിന് പൊതുവേ 2 ലിവിങ് റൂമാണ്. ഒന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു ഇൻഫോർമൽ ലിവിങ് റൂമും, കയറി ഈ ഇടനാഴി കടന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫോർമൽ ലിവിങ് റൂമുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സങ്കണായിട്ടുള്ള TV ഏരിയ ഉണ്ട്. ഒരു നിലവിലുള്ള ഫ്ലോർ സ്പേസിൽ നിന്ന് ഒരു 2 അടിയോളം താഴോട്ട് ഇറങ്ങിയുള്ള ഒരു സ്പേസ്. അത് പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് താഴോട്ട് ഇറങ്ങിയ ഒരു സ്പേസ് വേണം എന്നൊരാഗ്രഹത്തെ തുടർന്നാണ് അങ്ങനെ ഒരു സ്പേസ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പിന്നെ റൂമുകൾ വരുന്നത് ഈ സൈഡിൽ ഒരു റൂമും, ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, അത് കഴിഞ്ഞ് 3 റൂമുകളും ആണ്. മൊത്തം 4 ബെഡ്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഉണ്ട്. നമുക്ക് ഡ്രസ്സിങ് ഏരിയ, ഇത് വാർഡ്രോബിനോടൊപ്പം തന്നെ ഡ്രസ്സിങ് ഏരിയയും കൂടെ ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വെട്ടം കിട്ടത്തക്ക രീതിയിൽ മേളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജനാല കർട്ടൻ മാറ്റി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു വിദൂര നല്ലൊരു വിശാലമായ ഒരു പച്ചപ്പ് കാഴ്ചയാണ്. ഈ ജനലൊക്കെ തുറന്നിടുകയാണെങ്കിൽ കുറച്ചുകൂടെ വെട്ടം കിട്ടും. ഉണ്ട്, നല്ല ഫ്രഷ് എയർ കിട്ടും. അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് ഇവിടെ വന്നിരുന്ന് ചെറിയ ചൂട് കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ, അങ്ങോട്ട് നോക്കിയാൽ നല്ല പച്ച വിരിച്ച പാടശേഖരവും ഒക്കെ നല്ല വിശാലമായ ഒരു കാഴ്ചയാണ്. അത് നമുക്ക് വളരെ ഒരു മനസ്സിന് വളരെ കുളിർമയേകുന്ന ഒരു ഇതാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി ഇവിടുന്ന്. അതെ. നമുക്ക് രാവിലെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ജോലിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് പോകാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ക്രമീകരണം. അതുപോലെ ഇവിടെ വിശാലമായ ജനാലയാണ്. ഈ ജനാലയും തുറന്നിട്ട് കഴിഞ്ഞാലും നല്ല പച്ചപ്പ് ഹരിതാഭയും നല്ല ഒരു കാഴ്ചയാണ്. അത് ഇത്രയും നല്ല വെട്ടവും കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് വളരെ തീർച്ചയായിട്ടും ഒരു കുളിർമ ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു, പ്രത്യേകിച്ച് ഉയരത്തിലും കൂടെ ആയതുകൊണ്ട് അതിന്റെ ഒരു ഗുണവും ലഭിക്കുന്നുണ്ട്. ഇത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. നോർമൽ സൗകര്യങ്ങൾ മാത്രം ഒരുക്കിയേക്കുന്ന തരത്തിലുള്ള ടോയ്ലറ്റാണ്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഇത് ഇതുപോലെ തന്നെ നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ മുകൾ വശം ഓപ്പൺ ആക്കി ചെയ്യണമെന്ന്. അതുകൊണ്ട് മുകൾ വശം ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ രാവിലെ ഒരു തൊട്ട് വലിയൊരു പ്രകാശമാണ് ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ട് മാത്രം ലഭിക്കുന്നത്. പ്രകാശം. അതെ. അപ്പോൾ ഇതിനോട് ചേർന്ന് ഇത് നമ്മളുടെ ഫുഡ് കൗണ്ടർ പോലെ രാവിലെ പ്രഭാത ഭക്ഷണവും ഒക്കെ 2 പേരൊക്കെ ഉള്ളെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുന്ന രീതിയിൽ ഹയർ ചെയറിലൊക്കെ ഇരുന്നുകൊണ്ട് കഴിക്കാനായിട്ട് വളരെ അതെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ള ഒരു ക്രമീകരണമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മെയിൻ കിച്ചണാണ്. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുന്ന് ഡയറക്റ്റ് ചൂടോടുകൂടി എടുത്ത് വെച്ച് കഴിക്കാനുള്ള ഓപ്പൺ കിച്ചണിൽ നിന്ന് ആ ഒരു കോൺസെപ്റ്റ് കൂടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രധാന പാചകങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് പ്രധാന പാചകങ്ങളെല്ലാം അപ്പുറം അകത്തേക്കാണ് നമ്മൾ ക്രമീകരിക്കുന്നത്.
നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് വീട് ഒരു ക്രിസ്മസ് തീമിൽ അലങ്കരിച്ചിരിക്കുന്നതാണ്. ഇതെന്താണ് ഒരു ഭീമാകാരമായ ഒരു വൈൻ ബോട്ടിൽ? ഇതൊരു ഇവിടെ സ്ഥിരമായിട്ട് ഉള്ളതാണ്. ഒരു വൈൻ ബോട്ടിലിന്റെ ഷേപ്പിലുള്ള ഒരു അലമാരയാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് കിച്ചണാണ്. മെയിൻ കുക്കിംഗ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് നടത്തുന്നത്. പിന്നെ പ്രധാനപ്പെട്ടും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുക, കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്മെല്ല് അകത്തോട്ടൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണത്തിനാണ് നമ്മൾ സെക്കൻഡ് ഒരു കിച്ചണായിട്ട് നമ്മളിവിടെ റെഡി ആക്കിയിരിക്കുന്നത്. ഷെൽഫും സാധനങ്ങൾ വെക്കുന്നതും ഗ്രോസറീസ് വെക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അത്യാവശ്യം ഉള്ള കുക്കിംഗ് മാത്രം മെയിൻ കിച്ചണിലേക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഒറ്റ നില വീടാണ്, 2 നിലയല്ല, ഒറ്റ നില വീടാണ്. എങ്കിലും ഇത് വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? നല്ല വൃത്തി ഇരിക്കുന്നു. ഇത് എങ്ങനെയാണ് ക്ലീനിങ് ഒക്കെ? എങ്ങനെ ആരെങ്കിലും സഹായത്തിനുണ്ടോ അതോ? സഹായത്തിന് ആരുമില്ല, ഞങ്ങൾക്ക് തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് ഉണ്ട്, വളരെയധികം ഹെൽപ്പിംഗ് ആണ്. അപ്പം പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ ഡെയിലി മെയിൻലി നമ്മൾ ഡെയിലി തന്നെ എല്ലാം നീറ്റാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ വരും. അപ്പൊ തന്നെ ഓരോ ചെയ്തോണ്ടിരിക്കും. ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വലിയൊരു ഹെക്ടിക് ജോബ് ആയിട്ട് തോന്നുന്നില്ല. കാണുമ്പോഴേ കണ്ണിൽ കാണുന്നതെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അല്ല, ഇത് ഒരു മാതൃകയാണ്. കാരണം വെച്ചാൽ പല വീടുകളിലും ഈ ഒരു സഹായത്തിന് ഒരാളില്ലാതെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ടീച്ചറിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇത്ര വലിയൊരു വീട്, ഇത്രയും സ്പേസ് ഉണ്ട്, 2 നിലയില്ലെന്നല്ലേ ഉള്ളൂ, പക്ഷെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ള വലിയ സംഭവമാണത്. ഞാനൊരു ക്ലാപ്പ് തരും. ടീച്ചറാണെന്നറിയാം. ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? സ്വന്തമായിട്ടൊരു മോണ്ടിസോറി കിൻഡർഗാർട്ടൻ ഉണ്ട്. അറൗണ്ട് 170 സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. ഇവിടെ അടുത്ത് തന്നെ കുഴിമറ്റം തന്നെയാണ്. അപ്പം അത് നമ്മൾ നടത്തുന്നു. അവിടെ സ്റ്റാഫിനെ എല്ലാം കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഡെയിലി നമ്മളിവിടെ പോകും. വൈകുന്നേരം 5:30 വരെ അവിടെ സ്പെൻഡ് ചെയ്യും. കുട്ടികളുമായിട്ടൊക്കെ ചേർന്ന് വന്നതിന് ശേഷമാണ് വീട്ടിലത്തെ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ കൊച്ചു കുട്ടിയൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുകയാണോ അതോ? അല്ല, ഞാനൊരു 3 മാസം ഉണ്ടായി. 3 മാസം തൊട്ടേ ഞാൻ കൊണ്ടുപോവാണ്. വെച്ച് കൊണ്ടുപോകും. അവിടെ പോകും, അവിടെ എന്റെ കയ്യിലിരിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ എന്റെ ഫാമിലി ഉണ്ട് അവിടെ. അപ്പം അവരുടെ കയ്യിലൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൊടുക്കും. എനിക്ക് പൊതുവേ മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, പൊതുവേ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് ഉള്ള വീട്ടമ്മമാരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, അതാണ് കഷ്ടമാണെന്ന് പറയുമ്പോൾ, ഇത്രയും പ്രസാദാത്മകമായിട്ട് വളരെ സന്തോഷത്തോടെ പ്രസന്നവതിയായിട്ട് ഒരു വീട്ടമ്മ ഇത്രയും ജോലികളും ചെയ്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിൽക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. സാധാരണ തീർച്ചയായും ഉണ്ടോ? അതെ, ഇങ്ങനെയാണ് നമ്മളൊരു അണുകുടുംബത്തിൽ വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ അണുകുടുംബം നല്ലതാണെന്നുള്ളതാണ്. ഇത് നമ്മുടെ മനസ്സിൽ വീട് പണിയെ പറ്റി പ്ലാനിങ് വന്നപ്പോൾ തന്നെ അകത്തൊരു ഓപ്പൺ സ്പേസ് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ തന്നെ ഈ സി ഷേപ്പിലാണ് വീട് ഇരിക്കുന്നത്. റൂമുകളൊക്കെ വശങ്ങളിലും. അപ്പോൾ അങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതിന്റെ നടുക്ക് വരുന്ന സ്പേസ് ഫ്രീ സ്പേസ് ആയിട്ട് വീടുകളിലൊക്കെ അതിന് വേറെ രീതിയിലാക്കി. ഇപ്പൊ അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ പോലും നമുക്ക് ആ ഫംഗ്ഷൻ ഇതിനകത്ത് നടത്തക്ക രീതിയിൽ ആണ്. ശരിക്കും ഇതൊരു മതിലാണ്, പക്ഷേ മതിൽ ഒരു വീടിന്റെ ഭിത്തി പോലെ വരത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 10-12 അടിയോളം പൊക്കം അതിനുണ്ട്. നമുക്കൊരു ഇവിടെ നമ്മൾ വൈകിട്ട് ഇത് വെച്ചാൽ ഒരു സുരക്ഷയുമുണ്ട്, എന്നിരുന്നാൽ തന്നെ ഓപ്പൺ സ്പേസ് ആണ്. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രിൽ ഗേറ്റ് ഉണ്ട്. ആ ഗ്രിൽ ഗേറ്റ് തുറന്നാൽ പുറകിലത്തെ മുറ്റത്തേക്ക് പോവാം. അപ്പോൾ എല്ലാം ഒരു നമുക്കൊരു പ്രൈവസിയും ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും. അതേസമയം നമ്മുടെ എല്ലാ ഋതുഭേദങ്ങളും നമുക്ക് അനുഭവിക്കാനും പറ്റും. അതെ, മഴയുള്ള സമയം വെയിൽ കൊള്ളാം, മഴ കൊള്ളാം, അതെ. മഴയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആസ്വാദികരമായിട്ടുള്ള, ഇവിടെ ആര് വിരുന്നുകാരായിട്ട് അല്ലെങ്കിൽ ഗസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ മഴയുള്ള സമയത്ത് വരുന്നവരൊക്കെ ഭയങ്കര ആംബിയൻസ്. നമ്മള് ഇരിക്കുമ്പോഴേ അത് കറക്റ്റ് മഴ സമയത്തെ അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നുള്ളൂ. നല്ല ഒരു രസകരമായിട്ട് ഇവിടെ ഇരിക്കാം. ഇതിൽ ഈ ഷീറ്റിലൊക്കെ വെള്ളം വീണിട്ട് താഴേക്ക് വരുമ്പോൾ അതൊക്കെ ഒഴുകി പോകാനായിട്ട് ആ സൈഡിൽ നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, വെള്ളം വരുന്നത് അതിലെ ഒഴുകി മുറ്റത്തേക്ക് തന്നെ പോകുന്ന രീതിയിലാണ്. ഈ ചരൽ കല്ലുകളൊക്കെ നല്ല രസമാണ്, വളരെ രസമായിട്ടുണ്ട്. നടുക്കും ഒരു പാകിയിരിക്കുന്നത് ഒരു നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ വീടിൻ്റെ റൂഫൊക്കെ വളരെ സുന്ദരമായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാമോ? ഇത് നമ്മൾ ഇതിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം, അതായത് മെയിൻ ഹാള് വരെ നമ്മൾ
പിന്നെ കോൺക്രീറ്റിങ് ഇല്ല റൂഫിന്. ഓ അത് ശരി. നമ്മൾ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് ചൈന ഓടാണ് പുറത്തിട്ടിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഓടാണ്. അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഓടാകുമ്പോൾ നമ്മുടെ ഓട് നാടൻ ഓടിനോടൊരു ഭംഗി അതിൻ്റെതായ രീതി വരുന്ന രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ അകവശത്ത് ചൂട് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ അകവശത്തെല്ലാം നമ്മൾ സീലിംഗ് ഓടുകളൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിനൊരു കൂളിംഗ് ഫീല് വരുന്നുണ്ട്. ഈ സീലിംഗ് ഓടുകളെല്ലാം നാടൻ ഓടുകളാണ്. അപ്പോൾ ആ നാടൻ ഓടുകൾ ഈ ചൂട് ആഗിരണം ചെയ്യുന്നതിനൊരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മുടെ അകത്തേക്ക് വലിയ ചൂട് വരാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന ആകർഷണമായിട്ട് വരുന്നത് നമ്മുടെ മുൻവശത്ത് നിന്ന് കാണുമ്പോൾ നമ്മുടെ ആ ഓടിൻ്റെ ആ ഭംഗി, ആ പിന്നെ എ ഫ്രെയിമായിട്ട് വന്നേക്കുന്ന അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതെ.